വെൽത്തി വെനസ്ഡേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം റിജു കടവന്ത്രയിൽ നിന്ന്. ഇഫ് someone suspects they might have a thyroid problem, what are the first steps they should take to get diagnosed? ഇവിടെ റിജു ചോദിച്ചിരിക്കുന്നത്, ഒരാൾ തൈറോയിഡ് പ്രോബ്ലം ഉണ്ട് എന്ന് സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഡയഗ്നോസിസ് എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടത്. ഇതൊരു മെഡിക്കൽ ഡോക്ടർ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. പക്ഷെ പലപ്പോഴും 1940 വരെ 1940s വരെ മെഡിക്കൽ സ്കൂളുകളിൽ, മെഡിക്കൽ കോളേജസിൽ പലപ്പോഴും തൈറോയിഡിനെ ഡയഗ്നോസ് ചെയ്തിരുന്നത് സിംറ്റംസ് വെച്ചിട്ടാണ്. അന്ന് TSH എന്ന് പറഞ്ഞ ഒരു വെക്ടർ മെഷർമെൻറ്റിനില്ല. ഏകദേശം 20ഓളം സിംറ്റംസ് അവർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടു കോൾഡ്, ഫെറ്റീഗ്നെസ്, മസിൽ പെയിൻ, ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ, ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ബോൺ ഡെൻസിറ്റിയും ടീത്തിൻ്റെ ഡെൻസിറ്റിയും വളരെയധികം കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഒത്തിരി പാരാമീറ്റേഴ്സ് അവർ മെയിൻലി പറയുന്നുണ്ട്. ഒബിസിറ്റി, ഫെറ്റീഗ്നെസ്, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിംറ്റംസ്, ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നത് നന്നായിരിക്കും. തൈറോയിഡുള്ള പേഷ്യൻസിൽ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഡിജിറ്റൽ തെർമോമീറ്റർ നിങ്ങളുടെ ആക്സിലറി ഏരിയയിൽ, കക്ഷത്ത് നിങ്ങളുടെ ടെമ്പറേച്ചർ അനലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കൃത്യം 1.5 മണിക്കൂറിന് ശേഷം വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ ആക്സിലറി ടെമ്പറേച്ചർ ഒന്ന് നോക്കി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡെഫിനറ്റ്ലി എനിക്ക് ഒരു പരിധിവരെ നിങ്ങൾ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ എന്നെനിക്ക് പറയാൻ കഴിയും. തൈറോയിഡ് ഒരു മെറ്റബോളിക് ആക്റ്റീവ് ഹോർമോണാണ്. അതായത് മെറ്റബോളിസത്തെ ആക്റ്റീവ് ചെയ്യാൻ തൈറോയിഡ് എപ്പോഴും സഹായിക്കും. ഒരു ആക്റ്റീവ് മെറ്റബോളിസത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നല്ല രീതിയിൽ ഉയർന്നു തന്നെ നിൽക്കാറുണ്ട്. ഹൈപ്പോതൈറോയിഡിസത്തിൽ പലപ്പോഴും ടെമ്പറേച്ചർ ലോ ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. 1940s ശേഷം സിന്തറ്റിക് തൈറോയിഡ് ഹോർമോൺ അഥവാ T4 എന്ന ടാബ്ലറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ മെഷർ ചെയ്യാൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ എഫിക്കസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള TSHയിലേക്ക് പോയത്. പലപ്പോഴും TSH എന്ന ഒരൊറ്റ വെക്ടറിൽ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും തൈറോയിഡ് ഡയഗ്നോസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ TSH നോർമലാണെന്ന് എഴുതി പലപ്പോഴും നിങ്ങളുടെ തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണെന്ന് ഒരിക്കലും കരുതാതിരിക്കുക. സിംറ്റംസ് നോക്കുക, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ അനലൈസ് ചെയ്യുക, എപ്പോഴും ബോഡി ടെമ്പറേച്ചർ ഒപ്റ്റിമൽ ലെവലിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ടു അസ്. ഇവിടെ ഹോമോ IR, omega-3 omega-6 റേഷ്യോ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടെസ്റ്റുകൾ, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് കൂടാതെ ഒട്ടനവധി ടെസ്റ്റുകൾ നിങ്ങൾ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നറിയാൻ പറ്റും. ഈവൻ ഒരു ഒപ്റ്റിമൽ ലെവലിൽ നിങ്ങളുടെ ജനറ്റിക് ടെസ്റ്റ് വരെ നമുക്ക് ഇതിൽ നിന്നും അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒന്നാണ്. വെൽത്തി വെനസ്ഡേയിൽ നിങ്ങളുടെ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനായി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.